എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ മത്സരങ്ങളെക്കുറിച്ചും കുതന്ത്രങ്ങളെക്കുറിച്ചുമാണ്. നമുക്ക് കാണാം, ഇന്നത്തെ ലോകത്ത് മത്സരങ്ങൾ ഒരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു. കുടുംബങ്ങൾ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ, എന്തിന് രാജ്യങ്ങൾ തമ്മിൽ മത്സരമാണ്. ജയിക്കാൻ വേണ്ടി പല കുതന്ത്രങ്ങളും മനുഷ്യൻ അല്ലെങ്കിൽ നേതാക്കൾ ഉപയോഗിക്കുന്നു. ഒരു ഭരണാധികാരിക്ക് പട്ടാളവും പാർട്ടിക്കാരും പോലീസും അനുയായികളും ഭരണകൂടമൊക്കെ അവരുടെ കയ്യിലുണ്ടായിരിക്കും. അവർ പറയുന്ന ഏതും നടപ്പാക്കാൻ അവർ വിധിക്കപ്പെട്ടവരാണ്. അവർക്ക് ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരിയും തെറ്റിനെക്കുറിച്ച് അവർക്ക് ബോധവൽക്കരിക്കാനും സാധിക്കില്ല. ഏമാന്മാർ പറയുന്നത് അവർ നടപ്പാക്കുന്നു. എന്നാൽ ഈ നേതാക്കന്മാരോട് ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ കാട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഈ കുതന്ത്രങ്ങൾ എത്ര നാളത്തേക്കാണ്? നാം എല്ലാം ഒരിക്കൽ ഈ ലോകത്തിൽ നിന്നും യാത്ര പറയും. യാത്ര പറയുമ്പോൾ നാം വിതച്ചു പോണ വിത്തുകൾ വളരെ നല്ല വിത്തുകളായിരിക്കണം. അത് സമാധാനത്തിൻ്റെയും സന്തുഷ്ടിയുടെയും പുരോഗതിയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ വിത്തുകളായിരിക്കണം. മറിച്ച് കുതന്ത്രങ്ങളുടെ വിത്തുകളായിരിക്കരുത്. അതിൻ്റെ ഫലം വളരെ ഭയാനകമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ജീവിച്ച് സന്തുഷ്ടരായി മടങ്ങിപ്പോയേക്കാം. ഒരിക്കൽ അവസാന ശ്വാസം എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ കാട്ടിക്കൂട്ടിയതിൻ്റെ ഫലങ്ങൾ എത്ര കണ്ട് ജനങ്ങളെ ദ്രോഹിച്ചെന്ന്. അപ്പോൾ നിങ്ങളുടെ സ്വരം പുറത്തു വരില്ല. എന്നാൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നിങ്ങളുടെ പിൻതലമുറക്കാരായിരിക്കും. അതൊന്ന് ഓർക്കുക. ഇവിടെ മത്സരങ്ങൾ കൊണ്ട് ഒന്നും നേടാനില്ല, മറിച്ച് സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും നമുക്കെല്ലാം നേടിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അതിർത്തി, നമ്മുടെ അയൽപക്കത്തുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളോ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളോ മത്സരങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഇപ്പോൾ സർവനാശം വിതയ്ക്കുന്ന ആയുധങ്ങൾക്കും മനുഷ്യരാജിയെ ഉന്മൂലനം ചെയ്യുന്ന ഹൈഡ്രജൻ ബാമ്പും അണുബാമ്പുമൊക്കെ മത്സരം വച്ച് പരീക്ഷിക്കാനാണ് രാജ്യാന്തര തലങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം. സ്നേഹമുള്ളവരോട് ഒന്ന് പറയുന്നു, ഈ വീഡിയോ ശ്രവിക്കുന്നവരെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ക്ഷമ എന്നത് വലിയൊരു ആയുധമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ക്ഷമയ്ക്കുള്ള ഒരു സമ്മാനം എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. നമ്മൾ ഒരിക്കലും ആരെയും ദ്രോഹിക്കാൻ ശ്രമിക്കാതിരിക്കുക. രാത്രിയിൽ കിടക്കുമ്പോൾ അന്നത്തെ ഒരു ദിവസം ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ഇന്ന് ആർക്ക് നല്ലത് ചെയ്തു, ആരെ ദ്രോഹിച്ചു, എന്ത് ചെയ്തു, അതിനൊന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. അതിൻ്റെ അപാകതകളെ മാറ്റി നാളത്തെ സുപ്രഭാതത്തിൽ നല്ലൊരു സുപ്രഭാതത്തിൻ്റെ സാക്ഷിയാകാൻ അനുവദിക്കണമെന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈ വീഡിയോ വീക്ഷിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക, ക്ഷമയിൽ അപ്പുറം ക്ഷമയിൽ കൂടുതലുള്ള വലിയൊരു ആയുധം ഇന്ന് ലോകത്തിനില്ല. ഏറ്റവും വലിയ ആയുധം ക്ഷമയാണ്. അല്ലാതെ ഹൈഡ്രജൻ ബാമ്പോ മറ്റേ അണുബാമ്പോ ന്യൂക്ലിയർ വെപ്പൺസോ ആയുധങ്ങളോ ഒന്നുമല്ല. നമുക്ക് വേണ്ടത് സമാധാനം. സമാധാനത്തോടെ കുറച്ച് നാൾ ഇവിടെ ജീവിക്കുന്നു. അതിൽ വരെ കഴിഞ്ഞാൽ നമ്മൾ യാത്രയാകുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.